ഹിമാലയൻ 411 അതായത് ഹിമ്മിക്കുട്ടിൻ്റെ 30,000 കിലോമീറ്റർ കഴിഞ്ഞുള്ള സർവീസായിരുന്നുവെന്ന്. അങ്ങനെ നീണ്ട 30,000 കിലോമീറ്ററുകൾ റൺ ചെയ്തതിനു ശേഷം കഴക്കൂട്ടത്തിനടുത്തുള്ള എംപയർ ഷോറൂമിലാണ് സർവീസിന് കയറ്റിയിരിക്കുന്നത്. 30,000 കിലോമീറ്ററിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ 8:30 ഷോറൂമിലെത്തുകയും രാവിലെ ഏകദേശം ഒരു 5ാമത്തെ വണ്ടിയായിട്ടാണ് ഞങ്ങളുടെ ഹിമ്മിക്കുട്ടിനെ അവർ എടുത്തിരിക്കുന്നത്. പ്രധാനമായും ഇതിന് 30,000 കിലോമീറ്ററിൽ വേണ്ടത് ഓയിൽ ചേഞ്ചാണ്. ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ ചേഞ്ചിങ്ങും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ചെയിൻ ക്ലീനിങ്ങും അതുപോലെ ചെയിനിൽ ലൂബ് ചെയ്യുന്ന പ്രോസസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഫോർക്ക് ഓയിൽ മാറേണ്ടി വന്നു. ഫോർക്ക് ഓയിൽ 2 ഫോർക്കിലെയും ഓയിൽ മാറി. കൂടാതെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് വളരെ കുറവായിരുന്നു, അങ്ങനെ ബ്രേക്ക് പാഡ് മാറി. അതിനുശേഷം ബ്രേക്ക് ഓയിൽ കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ മാറാൻ വേണ്ടി ഞാൻ അഡീഷണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്ലച്ച് കേബിൾ മാറി. പിന്നെ എയർ ഫിൽറ്റർ കൂടി 30,000 കിലോമീറ്ററിൽ മാറേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ മാറി. ഏകദേശം വണ്ടിയുടെ 3/4 ഭാഗത്തോളം വർക്ക് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഏകദേശം 1 മണിയോടെടുത്തിരുന്നു. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു പിന്നീടുള്ളത്. ഹോട്ടലെന്ന് പറഞ്ഞാൽ ഗായത്രി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കടയാണ്. ഈ പറയുന്ന എംപയർ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ളൊരു ഹോട്ടലാണ്. ഒരു അമ്മയാണ് നടത്തുന്നത്. ഞാൻ എല്ലാ തവണയും അവിടെ സർവീസിന് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നത്. വളരെ നല്ല ഹോംലി ഫുഡ് തന്നെയായിരുന്നു അത്. നമ്മൾ തന്നെ വിളമ്പി കഴിക്കണമെന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എനിക്ക് ആ ഹോട്ടലിനോട് കൂടുതൽ അടുപ്പം തോന്നിയത്. ഊണിന് 60 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈക്ക് 40 രൂപയാണ്. 1-2 ഐറ്റം ഫിഷ് ഫ്രൈ ഉണ്ടായിരിക്കും അവിടെ. ഈ അമ്മയാണ് നടത്തുന്നത്. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് 1-2 വണ്ടികളുടെ ഡെലിവറി ഉണ്ടായിരുന്നു. പുതിയ ഹിമാലയാണ് ഇപ്പോൾ പോയത്. അങ്ങനെ കുറേ നേരം കൂടിയൊക്കെ വെയിറ്റ് ചെയ്ത ശേഷം 2-2.15 മണിയോടുകൂടി വണ്ടി വാഷിങ്ങിന് കയറി. അതിനുശേഷം വണ്ടി വാഷിങ് കഴിഞ്ഞ് ഫൈനലായിട്ട് ചെയിൻ ലൂബ് എല്ലാം കഴിഞ്ഞാണ് വണ്ടി വരുന്നത്. അങ്ങനെ ഹിമാലയൻ്റെ സർവീസ് എല്ലാം, അതായത് 30,000 കിലോയുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ എംപയർ ഷോറൂമിലെ സർവീസിന് ശേഷം വണ്ടി ഒരു അക്സസറി ഷോപ്പിലെത്തി. 2 ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മുടെ യാത്രയ്ക്ക് ഈ ഫോഗ് ലാമ്പുള്ള ഭാഗത്തെത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ നോർമൽ ലൈറ്റ് കൊണ്ട് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത്. ഹെഡ്ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രകാശമില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ 2 ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുകയാണ്. ശരിക്കും നമ്മുടെ ലോങ് യാത്രകൾക്കെല്ലാം ഫോഗ് ലാമ്പ് നിർബന്ധമായിരിക്കും. കാരണം അതില്ലെങ്കിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഹൈ ബീമൊക്കെ നമുക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ 2 ഫോഗ് ലാമ്പും സെറ്റ് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചകൾ കൂടിയാണ് കാണാൻ പോകുന്നത്.